ഹായ്, ഇന്ന് നമുക്ക് ഇഞ്ചി കറി വയ്ക്കാവേ. അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത് എൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരരിപ്പേക്കടെ ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് ഞെക്കി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുവാണേ. കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. പക്ഷേ ഇത് ഇപ്പം തൊലി കളഞ്ഞപ്പോൾ തന്നെ കൈ ഭയങ്കരമായിട്ട് പുകയുന്നേ, ഭയങ്കര എരിവുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിപ്പേക്കൂടെ പിഴിഞ്ഞെടുക്കുന്നത്. എൻ്റെ കാരച്ചവയൊന്ന് പോകാനായിട്ടാണ്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ഇപ്പം നമ്മളിത് പിഴിഞ്ഞ് കഴിഞ്ഞോളൂ. കണ്ടോ, ഞാൻ അടി കണ്ടോ മട്ട്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ തെളി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ എടുക്കുന്നില്ല, ഭയങ്കര ഒരു കാരച്ചവയുണ്ട്. അതുകൊണ്ട് ഞാനിത് മാറ്റി വയ്ക്കുവാണേ. അപ്പോൾ ഈ പിഴിഞ്ഞെടുത്തെല്ലാം നമുക്കൊന്ന് വറുത്തിട്ട് വരാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി. ഇനി നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിനെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ചുമന്ന കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ ഇഞ്ചി 2 ട്രിപ്പായിട്ട് മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചും കൂടി എടുക്കണം. അപ്പം നമ്മളിത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ഒന്ന് അരിച്ചെടുക്കാവേ. ഇതിപ്പം നമ്മൾ അരിച്ചും എടുത്തിട്ടുണ്ട്. ഇനി ഈ പുളിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, കുറച്ച് ശർക്കര ചീകിയത്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ ഇഞ്ചി വറുത്തതിൻ്റെ ബാക്കി എണ്ണയാണ്. ഇതിപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇപ്പം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എല്ലാം ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാവേ. ഇനി ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നോക്കാം. അപ്പം ഇച്ചിരി ഒരു കാരച്ചവ കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടി ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്.